നമസ്കാരം 24 മാറ്റിനി യൂട്യൂബ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിബി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ രഞ്ജിത്ത് ടീമിൻ്റെ ലോഹ എന്ന സിനിമയെ പറ്റിയാണ്. എങ്ങോട്ടാ മാഡം? ഗാന്ധിനഗർ 3rd സ്ട്രീറ്റ്. സെക്കൻഡ് അല്ല, ഇത്രയും ഗ്ലാമറുള്ള ഡ്രൈവറോ? എന്ത് ചെയ്യാനാ മോളെ, അതായിരുന്നു വിധി. സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് വെച്ചാൽ ഇതിൽ കസ്റ്റംസ് ഓഫീസറുടെ വൈഫായിട്ടാണ് ആൻഡ്രിയ ജെർമി ഇതിൽ അഭിനയിക്കുന്നത്. അതിൽ നമ്മുടെ ലാലേട്ടൻ ആൻഡ്രിയ ജെർമിയുടെ ഡ്രൈവറായി പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കഥയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് കഥാപാത്രങ്ങൾ മാറുന്നതായി നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇത് കള്ളക്കടത്തിൻ്റെ കഥയല്ല, കള്ളം കടത്തുന്ന കഥയാണ്. ലോഹം. ഈ സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ ഇതുവരെ ഞാൻ തന്നെ കണ്ടിട്ടില്ല. Where are you going? ചങ്ങനാശ്ശേരിയിൽ ഒരു അടിയന്തരത്തിന് പോകാം. വിളിച്ചിട്ടൊന്നുമല്ല, നല്ലൊരു അക്രമം നടക്കും അറിഞ്ഞ് ചെല്ലണമല്ല. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ക്യാമറ, എഡിറ്റിംഗ് എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ ഇതിലെ ടെക്നീഷ്യൻസ് അവതരിപ്പിച്ചതായി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇനിയും ഡയറക്ടർ രഞ്ജിത്ത് സാറിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ ചെയ്ത സിനിമകളിൽ വെച്ച് വളരെ വ്യത്യസ്തമായൊരു സിനിമയായിരിക്കും ലോഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ മൂവിയുടെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനും രഞ്ജിത്ത് സാറുമാണ്. പതിവ് പോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അതിഗംഭീരമായി ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ്രിയ ജെർമിയ, സിദ്ദിഖ്, അബു സലീം എല്ലാവരും തന്നെ അവരവരുടെ ക്യാരക്ടർ മികവുറ്റായി ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ മൂവിയുടെ സോങ്സും BGMസും ഈ മൂവിയുടെ ഒരു പ്ലസ് പോയിൻ്റായി നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇനി സിനിമയുടെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ അല്പം ലാഗിങ് ഫീൽ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് ഹാഫിൽ സിനിമയുടെ സ്റ്റോറി അല്പം പ്രെഡിക്റ്റബിളായി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇനി അബു സലീമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ട്രെയിലറിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അല്പം നമുക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും സിനിമയിൽ അദ്ദേഹത്തിൻ്റെ റോൾ ചുരുങ്ങിപ്പോയതായി നമുക്കിതിൽ കാണാൻ സാധിക്കും. എവിടെയെങ്കിലും ഒരു ഫൗൾ പ്ലേ നടന്നാൽ പിന്നെ PVയുടെ കാര്യം ഒന്നും വെന്നും നടത്തിയ പല പടയോട്ടങ്ങളുടെയും കാരണമായ ഒരു ലോഹത്തിന്റെ വ്യാപാര ലോകം. വി ആർ ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. We don't have much time to play with this dumb heads. ताटिकाला नहीं मारना है. ഇതിനിടയിൽ വേറെ ടീംസ് കയറേണ്ടത് എനിക്ക് തോന്നണേണ്ട. ഇനി സിയുടെ എങ്ങാനായിരിക്കുമോ? അന്ന് ചെങ്കാലോചിച്ച് ഞങ്ങൾ പഞ്ഞിക്കിട്ട ടീമിന്റെ ആളാണ്. ഓവറോൾ ലോഹം എന്ന രഞ്ജിത്ത് ലാലേട്ടൻ സിനിമ ഓവറോൾ രഞ്ജിത്ത് ലാലേട്ടൻ കൂട്ടായ്മയിൽ പിറന്ന ലോഹം എന്ന ഈ ചിത്രം നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മൂവി തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫിൽ ഒരു ആൽബം ലാഗിങ്. സെക്കൻഡ് ഹാഫിലാണെങ്കിലും സ്ക്രിപ്റ്റൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിളാണ്, സ്റ്റോറി ഇച്ചിരി പ്രെഡിക്റ്റബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു ത്രില്ലർ മൂവിയൊക്കെയാണ് കാണാൻ താല്പര്യമെങ്കിൽ വി സജസ്റ്റ് ലോഹം. ലോഹം നല്ലൊരു ചിത്രം തന്നെയാണ് ഈ ആഴ്ച ത്രില്ലർ മൂവിയൊക്കെ കാണാൻ. പിന്നെ ഓണം വിന്നർ ലോഹം എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ കുറച്ച് ഫ്ലോട്ടിംഗ് ന്യൂസൊക്കെ കണ്ടു. അതൊക്കെ തീരുമാനിക്കാൻ വരട്ടെ, ലൈക്ക് ബാക്കിയുള്ള റിലീസസ് ഒക്കെ വരും. അപ്പോൾ എല്ലാം കണ്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് തീരുമാനിക്കാം. അപ്പോൾ അടുത്ത റിവ്യൂസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ. എന്തേ ബാബു? കൈപുണ്യം, ദൈവാനുഗ്രഹം. പലരും പറയാറുണ്ടോ അമ്മച്ചി?